കുക്കിംഗ് ചാനലിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചിക്കൻ വെറൈറ്റി ആയിട്ട് തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ചേരുവകളാണ് ഈ പാത്രത്തിലുള്ള. ഇത് ചേർത്തിട്ട് നമുക്ക് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യേണ്ട പൊടികളാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമുക്ക് ചിക്കനിലേക്ക് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗരം മസാല, മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാഗ്നേറ്റ് ആകാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടുപ്പയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ഒരു വിസിലടിക്കുന്ന വരെ നമുക്ക് നമുക്കൊന്ന് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കേണ്ട ചേരുവകളാണ് സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ട്, തക്കാളി, അതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് എണ്ണ തിളപ്പിക്കാൻ വെക്കണം പാനിൽ. ആ എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന കുനുകുനാന്ന് അരിഞ്ഞ സവാള നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമുക്ക് ചേരുവകളൊക്കെ ചേർത്ത് മസാലയൊക്കെ ആഡ് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കാം. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോയിലേക്ക് ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച് നമുക്ക് ആ മസാലക്കൂട്ടങ്ങളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചേർത്ത മസാലകളൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് സവാളയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്ന് അടച്ചു വെക്കാം. നമുക്കതൊന്ന് വാടി വരുന്നത്. അപ്പോഴത്തേനും നമുക്ക് തക്കാളി, കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി അതൊന്നിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ ചേർത്ത മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾ, ഉപ്പ് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ച് നമുക്കത് നല്ലതായിട്ടാക്കാം, സെറ്റ് ചെയ്ത് നമുക്കാക്കാം. ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ടാവും, ചേർക്കാത്തവരുണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുവാണെങ്കിൽ പ്രത്യേക ഒരു രുചിയാണ് നമുക്ക് ചിക്കൻ കറിക്ക്. അപ്പം മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് അടി പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തെറ്റുകുറ്റങ്ങളുണ്ടാവും ഇതിൽ, എന്നാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് മുമ്പോട്ട് വീഡിയോസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സഹായം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ മസാല ഒന്നിതായി. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്കൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് പുരട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഈ ചിക്കനൊന്ന് മസാലയിലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മസാലയൊന്ന് സെറ്റാക്കാം. നന്നായിട്ട് ഇളക്കണം. ഇളക്കിയാലേ അത് ഇതാവുള്ളൂ. നമുക്ക് ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ല കറക്റ്റ് ഇതിലേക്ക് വരും. പിന്നെ കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഓക്കെ, നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി നല്ലതായിട്ട് മസാല എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയാണ് ഇളക്കുന്നത്. ഇളക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ച് നേരം ഫ്ലെയിമൊക്കെ കുറച്ച് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങൾ എവിടുന്നാണ് കാണുന്നത്, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് കരിവേപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ നമുക്ക് റെഡിയായി. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇതായാൽ മതി. അപ്പോൾ നിങ്ങൾ എവിടുന്നാണ് കാണുന്നത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം.
മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോൾ നമുക്കൊരു കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.